ഈ എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഏറ്റവും ഒടുവിൽ നടത്തും എന്ന് പറഞ്ഞിരിക്കുന്ന അന്വേഷണം, ഒരു ഉന്നതതല അന്വേഷണം നടക്കുകയാണ്. 4 മാസത്തെ കാലാവധി കൊടുത്ത്. അത് തെരഞ്ഞെടുപ്പിന് ശേഷമേ ഈ കാലാവധി അവസാനിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഘട്ടമാണ് എന്നത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ചിന്തിക്കുമ്പോൾ ഇതൊന്നുകൂടെ കടുപ്പിക്കുക എന്നുള്ള ഒരു നീക്കം ഇതിനകത്തുണ്ട്. ഒന്ന്, BJPക്ക് ഇതിനകത്ത് വലിയ പങ്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കാരണം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ കോൺഗ്രസിനെ ചിത്രത്തിൽ നിന്ന് പുറത്താക്കാൻ, ഇത് മത്സരം BJPയും CPMും തമ്മിലാണ്, കോൺഗ്രസ് ഈ ചിത്രത്തിലെങ്ങും ഇല്ല എന്ന മറ്റുള്ളൊരു പ്രചാരണം നടത്തുന്നത് BJPക്കാണ് ഗുണം ചെയ്യുക. BJPക്ക് അത് ഗുണം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ വോട്ടുകളൊന്ന് CPM അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യും. കാര്യം കോൺഗ്രസിന് പോകേണ്ടുന്ന വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് BJPയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് CPMൻ്റെ വിജയത്തെ എളുപ്പമാക്കും എന്ന് CPM വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം ഈ മുൻകാലങ്ങളിലെ ചരിത്രം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അന്വേഷണ പരിധിക്കകത്ത് കേന്ദ്ര ഏജൻസികളുടെ ഒരു അന്വേഷണവും അവസാനിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇതിനെയും അതേ തലത്തിൽ തന്നെ കണ്ടാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ധാരണ വരൂ. ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന നിൽപ്പങ്ങനെ നിന്നാൽ ഇത് മുൻകാലങ്ങളിൽ സംഭവിച്ചതുപോലെ ഒരു തീർപ്പുമില്ലാതെ പോവുകയും അതേസമയം തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ഭിന്നിപ്പിക്കുന്നതിന് അത് ഗുണകരമായി മാറുകയും ചെയ്യും. ആർക്ക്? CPMനും BJPയെ സംബന്ധിച്ചിടത്തോളം. ഇതുകൊണ്ട് നഷ്ടം സംഭവിക്കുക കോൺഗ്രസിനാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അത് രാഷ്ട്രീയമായിട്ടുള്ളൊരു തോന്നലാണ്. ഇനി ROC നടത്തുന്നു എന്ന് പറഞ്ഞ അന്വേഷണം, ക്രമക്കേടുകൾ പലതുണ്ട്. CMRലും അതുപോലെ എക്സാലോജിക്കും ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരും. നേരത്തെ തന്നെ ആകാമായിരുന്നൊരു കാര്യമാണ് ഇത് സംബന്ധിച്ചൊരു അന്വേഷണം വന്ന സമയത്ത് ഈ എക്സാലോജിക്കിന് കൊടുത്തു എന്ന് പറയുന്ന പൈസ, അത് CMRലിൻ്റെ രേഖകളിൽ PV എന്നും അങ്ങനെ ചില ചുരുക്കപ്പേരുകളിലും ഒക്കെ ഉള്ളപ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി അവർക്ക് കൊടുക്കാൻ സാധിക്കണമായിരുന്നു. ഈ PV എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണോ, എക്സാലോജിക്കിന് എന്തിനാണ് പണം കൊടുത്തത്, ഈ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് കമ്പനികളുടെ മാത്രം വിഷയമാണ്. പക്ഷേ ഇത് CPM ഏറ്റെടുത്തിരിക്കുന്നു. CPMന് ഇതൊരു ബുദ്ധിമുട്ടായി മാറുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് CPM അതിനെ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ്. ഇത് മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞതുപോലെ, ഒരു വിശദീകരണ ഘട്ടത്തിൽ പറഞ്ഞതുപോലെ, ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കാര്യമാണ്. അതിൽ സർക്കാരിന് പങ്കില്ല. സർക്കാർ അതിൽ വിശദീകരണം കൊടുക്കേണ്ട കാര്യവുമില്ല. പക്ഷേ ഇപ്പോൾ CPM വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ CPM സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാറൊക്കെ വളരെ വിശാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കമ്പനികളുടെ കാര്യങ്ങളൊക്കെ. എന്തിനാണ് CPM അതിനെപ്പറ്റി പറയുന്നത്? എക്സാലോജിക്കിൻ്റെയോ അല്ലെങ്കിൽ CMRലിൻ്റെയോ വക്താക്കളാണോ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ? അല്ല. പക്ഷേ അവർക്ക് ഇത് വിശദീകരിക്കേണ്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ CPMൻ്റെ ഒരു അവസ്ഥ. അതായത് എത്ര പ്രതിസന്ധി ഇല്ല എന്ന് പറഞ്ഞാലും, എത്ര അവഗണനയോടെ കണ്ടാലും ഇതൊരു ചർച്ചയാക്കേണ്ടതില്ല എന്ന് CPM തീരുമാനിച്ചാൽ തന്നെയും CPMന് അതിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നില്ല. CPM അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാൻ നിർബന്ധിതമാകുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയമായി ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. CPMന് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം ഇതിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ ഈ വിവാദം വന്നപ്പോൾ AK ബാലനായിരുന്നു ഇതിനെ ശക്തിയുക്തം വാദിച്ചുകൊണ്ടിരുന്നത്, മുഖ്യമന്ത്രിക്ക് വേണ്ടിയും വീണ വിജയന് വേണ്ടിയൊക്കെ. ഇന്നും അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശദീകരണം അതിൽ വിശദീകരിക്കത്തക്കതായിട്ട് ഒന്നുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ബിനോയോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ ഒരു പ്രാധാന്യം, രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിക്കുന്നുമുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.